ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് നമ്മളെ മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും അതുകൂടാതെ തന്നെ കുറച്ച് അഡീഷണൽ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ. സോ ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് ഏകദേശം ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വെറും 200 സബ്സ്ക്രൈബേഴ്സ് മതി. ഈ ഒരു IPL സീസൺ തീരുന്നതിന് മുന്നെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടും കയറി ജോയിൻ ചെയ്ത് ശ്രമിക്കുക. കാരണം ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. ദെൻ ഇന്നത്തെ മത്സരമായ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരം നടക്കുന്നത് മെയ് 12 കൃത്യം 3:30 നമ്മുടെ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു മത്സരത്തിന്റെ പിച്ച് റിപ്പോർട്ടൊക്കെ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന പെർഫോമൻസിന്റെ വയസ്സിൽ തന്നെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന ഒരു പെർഫോമൻസ് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ ടാറ്റ IPL ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിലാകുമ്പോൾ ഏതൊക്കെ ബൗളേഴ്സാണ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം. റീസെന്റ് മത്സരങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് മുന്നേ പോയിന്റ് ടേബിൾ ശ്രദ്ധിക്കണം. ഈ ഒരു മത്സരം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്ലേ ഓഫിലോട്ട് ക്വാളിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് തീർച്ചയായിട്ടും വിൻ ആവാനും ശ്രമിക്കത്തുള്ള ഒരു കടികട്ടിയായ പോരാട്ടമായിരിക്കും എന്തായാലും ഇരു ടീമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇന്നത്തെ മത്സരത്തിൽ ആരാണ് വിൻ ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ കമൻറ്റ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ CSK ആണെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിൻ്റാണ്. ഇനിയുള്ള 2 മത്സരങ്ങൾ വിൻ ചെയ്താൽ കൂടെ CSKന് ഏകദേശം പ്ലേ ഓഫിലോട്ട് എത്താം. പക്ഷേ ബാക്കിയുള്ള ടീം നമ്മുടെ DC-LSTയിലും പൊട്ടണം, എന്നാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം കയറാൻ പറ്റത്തില്ല. ഓൾറെഡി പഞ്ചാബ്, മുംബൈ, GT ഒക്കെ RCB ഒക്കെ ഏകദേശം പോയ രീതിക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ കയറാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ RRും KKRും SRHും കയറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ടീം ഏതാണെന്ന് വെച്ചാൽ LSKയോ ഡൽഹിയോ CSKയോ ഇതിലേതെങ്കിലും ഒരു ടീമേ കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ ചെപ്പൂക്കിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടി നമ്മളെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിൽ കളിച്ചൊരു മത്സരമാണ്. ഈ ഒരു മത്സരത്തിൽ കൂടുതൽ റൺസ് RSK സ്കോർ ചെയ്തത് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ബാറ്റിന് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തന്നെയായിരുന്നു 162 റൺസിന് 7 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു കേട്ടോ. ഓക്കെ, CSKയിൽ അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ ഗെയ്ക്വാഡാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ഗെയ്ക്വാഡാണ് അത്യാവശ്യം റൺസ് ഇവിടെ സ്കോർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരും കാര്യമായിട്ട് റൺസ് സ്കോർ ചെയ്യില്ല. അജിൻക്യ രഹാനെ അത്യാവശ്യം റൺസ് എടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ വിക്കറ്റ്സ് എടുത്തത് രാഹുൽ ചഹാർ, ഹർപ്രീത് ബാർ, ദെൻ അർഷദീപ് സിംഗ് 1 വിക്കറ്റ്, കാസിർ റബാഡ. അതായത് 4 വിക്കറ്റ് സ്പിന്നേഴ്സും 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത ബാരിസ്റ്റോ, റോസോ, ദെൻ അതുപോലെ തന്നെ ശശാങ്ക് സിംഗും സാംകാറിനൊക്കെ അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് നമ്മുടെ ഷർദുൽ താക്കൂർ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലെൻസൺ, ദെൻ ശിവാൻ ദുബൈ, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. ഓരോരോ വിക്കറ്റ് വീതമാണ്. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഈ ഒരു മത്സരം അധികം വിക്കറ്റ് വീണിട്ടില്ല കേട്ടോ. വിക്കറ്റ് വീണ ഒരു മത്സരം നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് SRH തമ്മിൽ കളിച്ചൊരു മത്സരമാണ്. SRHൻ്റെ സ്ട്രെങ്ത്ത് പറയേണ്ടല്ലോ. റീസെൻ്റ് ആയിട്ട് അവന്മാർ എന്തോട്ട് ഐഡിയ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ഓവറിലൊക്കെ ജയിച്ചില്ലേ ഒരു കളി, 160 റൺസിൻ്റെ. അപ്പോൾ ഈ ഒരു മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ഫസ്റ്റ് ബാറ്റ്. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്ത് നമ്മുടെ ഗെയ്ക്വാഡ് 98, ഡാരി മിച്ചൽ 52, ദെൻ ശിവാൻ ദുബെ 39 റൺസ്. ഇവിടെ വിക്കറ്റ്സ് എടുത്തത് ജയദേവ് ഉനക്കൺ, ദെൻ അതുപോലെ തന്നെ നടരാജൻ, ഭുവനേശ്വർ കുമാർ, ഇവരൊക്കെയാണ്. 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പുറത്ത് 10 വിക്കറ്റ് വീണിട്ടുണ്ട്. ഇവിടെ ആരും റൺസ് ഒന്നും സ്കോർ ചെയ്തില്ല. മിഡിൽ ഓർഡർ ആയിട്ട് വന്ന മാർക്ക മാത്രമാണ് കുറച്ച് റൺസ് സ്കോർ ചെയ്തത്. ദെൻ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് തുഷാർ ദേശ്പാണ്ഡെ 4 വിക്കറ്റ്, മുസ്തഫിക്കുർ റഹ്മാൻ 2 വിക്കറ്റ്, രവീന്ദ്ര ജഡേജ 1 വിക്കറ്റ്, ഷർദുൽ താക്കൂർ 1 വിക്കറ്റ്, പത്തിരാന 2 വിക്കറ്റ്. ഇതിൽ ഫാസ്റ്റ് ബോളേഴ്സ് 6, 8, 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, ഒരേ ഒരു വിക്കറ്റാണ് സ്പിന്നർ എടുത്തിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പിച്ചിൻ്റെ ഇത് മനസ്സിലായല്ലോ. 12 ടോട്ടൽ 2 ഇന്നിങ്സുകൾ നോക്കുമ്പോൾ 12 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും ഒരേ ഒരു വിക്കറ്റാണ് സ്പിന്നർ എടുത്തിരിക്കുന്നത്. സ്പിന്നേഴ്സിന് സപ്പോർട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ബട്ട് ഇവിടെ വിക്കറ്റ്സ് എടുക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സാണ്. എന്ത് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇന്നത്തെ മാച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. കാരണം
ഞാൻ പറഞ്ഞില്ല ഒരു കടികട്ടിയായ മത്സരമായിരിക്കും, നല്ല രീതിയിൽ വിക്കറ്റ്സ് വീഴും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അടിക്കും. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും സംഭവിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ 2 ഓവർ 4 ഓവേഴ്സും മസ്റ്റായിട്ട് ബോൾ ചെയ്യുന്ന ബൗളേഴ്സ്, ഡെത്ത് ഓവേഴ്സ് എറിയുന്ന ബൗളേഴ്സ് തന്നെ വേണം ആ 2 ഓവർ ഫുള്ളായി. ഐ മീൻ 2 പ്ലെയേഴ്സ് 4 ഓവർ എറിയുന്ന, ഡെത്ത് ഓവർ മെയിനായിട്ട് അവർ എറിയണം. അങ്ങനത്തെ പ്ലെയേഴ്സിനെയാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരും ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനും. അപ്പോൾ CSK വേഴ്സസ് RR തമ്മിലുള്ള മത്സരത്തിൻ്റെ പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ചെന്നൈത്തെ വെതർ റിപ്പോർട്ട് പറയുന്ന സമയത്ത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 15% ഉള്ളൂ, കൂടുതലും പെയ്യത്തില്ല, മേ ബി പെയ്യാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 165, ഫാസ്റ്റ് ബോളേഴ്സ് 557 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 350 വിക്കറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. വേറെ 200 വിക്കറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. റെയിൻ പെയ്യാനുള്ള, മഴ പെയ്യാനുള്ള ചെറിയൊരു അവസ്ഥയുണ്ട്. അപ്പോൾ പെയ്യോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ അറിയണം, പക്ഷെ ചാൻസ് ഉണ്ട്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ CSKയും RR തമ്മിൽ ഇതുവരെ 28 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 28 മത്സരങ്ങളിൽ നിന്ന് 15 മത്സരം CSKയും ബാക്കി 13 മത്സരങ്ങളാണ് RR വിൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിൻ ചെയ്തത് നമ്മുടെ CSK ആണ്, രണ്ട് മാച്ച്. ബട്ട് ഇപ്പോഴത്തെ നമ്മുടെ RRൻ്റെ സ്ട്രോങ് വെച്ച് നോക്കുമ്പോൾ CSK അത്ര സ്ട്രോങ് അല്ല എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടിപ്സ് പറഞ്ഞു തരുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പറ്റിയ കിഡിലെ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താനുള്ള മെയിൻ റീസൺ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മളെ ലിങ്ക് വഴി ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം 500 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഡെയിലി എല്ലാ മത്സരങ്ങൾക്കും ഇവിടെ ഗിവ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നോർമൽ കോൺടെസ്റ്റ് നമ്മളെ ഡ്രീം ഇലവനിലൊക്കെ 777 ഉണ്ടാകുന്നത് ഇവിടെ 666 ഉള്ളൂ. ദെൻ 45 ഉള്ളത് 39 ഉള്ളൂ. അങ്ങനെ ഓരോ കോൺടെസ്റ്റും എൻട്രി ഫീസ് ഓൾറെഡി കുറവാണ്. നമ്മൾ ഡ്രീം ഇലവനിൽ 200-400 രൂപ വാങ്ങുന്നത് ഇവിടെ ഈ 350 വാങ്ങുള്ളൂ. അത് ആ 350 ഇവന്മാർ ഓഫർ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ചില സമയങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഓഫറും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം പറയുന്നത്. തീർച്ചയായിട്ടും 500 രൂപ ക്യാഷ് ബോണസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്യാഷൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി തന്നെ മാക്സിമം കയറാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ 5-in-1 പ്ലെയേഴ്സ്, അതായത് 6 പ്ലെയേഴ്സിനെ വെച്ച് ഒരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ കിടിലൻ ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മാത്രമേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചോയ്സ് 11 ഇത് എടുത്ത് പറയേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡ്രീം 11 പോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ലോഗൗട്ടായി പറയാൻ. അതുപോലെ തന്നെ നമ്മുടെ കുബേര ഫാൻറ്റസിയിൽ GST ഫ്രീ ഡെപ്പോസിറ്റ് ഉണ്ട്. നിങ്ങൾ എത്ര രൂപ ആഡ് ചെയ്താലും നിങ്ങൾക്ക് GST കൊടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾക്ക് ഇവർ ചില ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, 29 രൂപ 19, 39, 35 അങ്ങനെ ഒരുപാട് കോൺടെസ്റ്റുകൾ നമുക്കിങ്ങനെ നോക്കി കാണാൻ പറ്റും. ഡ്രീം ഇലവനിൽ ഏകദേശം 299 രൂപ വരുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപ കിട്ടും. ഒരു കോൺടെസ്റ്റിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. എടുത്ത് പറഞ്ഞ് തന്നെ വീഡിയോ ഓവർ ലെങ്ത് ആവും. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു കിടില ഫീച്ചർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ മാത്രം നമ്മൾ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം 11 പ്ലെയേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്യണം. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കറണ്ട് പോയി ഗൈസ്, വന്ന് ഗൈസ് എന്തുട്ടെന്ന് പറയാം. ഒരു മിനിറ്റ് കൂടെ എടുത്തില്ല, വെറും 30 സെക്കൻഡിൽ അവന്മാർ കറണ്ട് കൊണ്ടുവന്നു. ഞാൻ KCB വിളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ വിഷൻ 11 50,000 രൂപ ഫ്രീ ആയിട്ട് ഡെയിലി ഗിവ് കൊടുക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇതുവരെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുന്നത്. അപ്ഡേറ്റ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ഡൗൺലോഡ് ചെയ്യാം. ബാക്ക് ടു പ്രിവ്യൂ ആയിട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡ്, അജിൻക്യ രഹാനെ, ഡാരി മിച്ചൽ, തന്നെ അതുപോലെ തന്നെ ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, മൊയിൻ അലി, അതുപോലെ തന്നെ മിച്ചൽ സാന്തർ, MS ധോണി, തന്നെ അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, റിച്ചാർഡ് ഗ്ലാൻസൺ, തന്നെ അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സിമ്രൻജീത് സിംഗ് വരാൻ ചാൻസ് ഉണ്ട് അജിൻക്യ രഹാനയുടെ പ്ലേസിലോട്ട്. ദെൻ രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കുന്ന സമയത്ത് ജയ്സ്വാൾ, സഞ്ജു സാംസൺ, തന്നെ അതുപോലെ തന്നെ നമ്മുടെ റിയാൻ പരാഗ്, ശുഭ്മാൻ ദുബെ അത് വേറെ ദുബെയാണ്. റിയാൻ പരാഗ്, അതുപോലെ തന്നെ റോമൻ പൗൽ, അതുപോലെ തന്നെ ഫെരീരിയ മറ്റേ ഡൊണോവൻ, ആ ഒരു പ്ലെയർ ഉണ്ട്. എന്തിനാണ് ഇവന്മാരൊക്കെ ഇറക്കിയിരുന്ന ഒരാവശ്യമില്ല. തന്നെ അതുപോലെ തന്നെ രവീന്ദ്ര
രവിചന്ദ്ര അശ്വിൻ, ദെൻ ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, തന്നെ പോലെ തന്നെ സന്ദീപ് ശർമ്മ, യുവരേന്ദ്ര ചഹൽ, ഇത്രയും പേരാണുള്ള ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ജോസ് ബട്ട്ലർ വരാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് പിക്ക് ചെയ്യേണ്ട 4 പ്ലേയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ, ദെൻ അതുപോലെ തന്നെ സഞ്ജു സാംസൺ, സന്ദീപ് ശർമ്മ. ഓക്കെ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ മെയിനായിട്ട് 2 പേരെ പിക്ക് ആയിരിക്കുന്ന ഗെയ്ക്വാഡും സഞ്ജു തന്നെയാണ്. കാരണം ബാറ്റിംഗ് സഫേഴ്സിലായ ഗ്രൗണ്ടാണ്, നല്ല രീതിയിൽ റൺസ് വരാൻ ചാൻസ് ഉണ്ട്. കീ പ്ലേയേഴ്സ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഡയറി മിച്ചലാണ്. ന്യൂസിലാൻഡിൻ ബാറ്റ്സ്മാനാണ്. റീസെൻ്റ് ആയിട്ട് ചെന്നൈയുടെ ഒരു നട്ടെല്ലായിട്ട് പിടിച്ച് നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു കളി ജയിച്ചില്ല, ബട്ട് എന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഗെയ്ക്വാഡ് ലാസ്റ്റ് മത്സരം ഡെക്കായിരുന്നു, ബട്ട് ഈ ഒരു മത്സരം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഈ ഒരു IPL സീസണിലെ ഓറഞ്ച് ക്യാപ്പിൻ്റെ പട്ടികയിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഗെയ്ക്വാഡ്. സോ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നിങ്ങൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. തന്നെ അതുപോലെ തന്നെ മൊയിൻ അലി ആണെങ്കിലും ഇംഗ്ലണ്ടിലത്തെ ഒരു ഇന്റർനാഷണൽ ബാറ്റ്സ്മാനാണ്. അത്യാവശ്യം ബാറ്റിംഗും ബൗളിങ്ങും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അഗെയിൻസ്റ്റ് ആയിട്ട് 56 റൺസ് ഗുജറാത്ത് ടൈറ്റൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ റൈറ്റ് ആൻഡ് ഫാസ്റ്റ് ബൗളറാണ്. റീസെന്റ് ആയിട്ട് കളിക്കുന്ന മത്സരങ്ങളൊക്കെ അത്യാവശ്യം 1-2 വിക്കറ്റ്സ് വീതം തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു പിക്കായിരിക്കും നിങ്ങളുടെ ടീമിൽ. അതേപോലെ തന്നെ RRലാണെങ്കിൽ കീ പ്ലേയേഴ്സ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ സഞ്ജു സാംസൺ ആണ്. ഇതുവരെ 471 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഈ ഒരു IPL സീസണിൽ. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്, കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ റിയാൻ പരാഗ് ആണെങ്കിൽ റീസെന്റ് ആയിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. മിനിമം അദ്ദേഹത്തിന്റെ ആവറേജ് ബാറ്റിംഗ് റൺസ് എന്ന് പറഞ്ഞാൽ 54 റൺസാണ്. സോ അദ്ദേഹത്തെ നിങ്ങളുടെ ടീമിലോട്ട് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ റീസെന്റ് ആയിട്ട് അഗൈൻസ്റ്റ് CSK ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 3 വിക്കറ്റ് 24 റൺസിനായിരുന്നു അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ യുവരേന്ദ്ര ചഹൽ, ഈ ഒരു പുള്ളിയെ പറ്റി പറയുമ്പോൾ റീസെന്റ് ആയിട്ട് ഋഷഭ് പന്തിൻ്റെ വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു പുള്ളി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും 350 വിക്കറ്റ്, വെറും T20s 350 വിക്കറ്റ് എടുത്ത് ഈ ഒരു കരിയറിൽ അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദെൻ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ചെന്നൈയുടെ വിക്കറ്റ്സ് തൂക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലെയർ ആണ് ചഹാല്. ചില പ്ലെയേഴ്സ് ഉണ്ട് ഈസി ആയിട്ട് നമുക്ക് തൂക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് നമ്മുടെ ചഹാല്. നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂസാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എന്തോ കുറച്ച് ഞാൻ ലുക്കായ പോലെ തോന്നുന്നു. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാച്ച് 3:30 നടക്കുന്ന 9:30 നടക്കുന്ന മാച്ചിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഇവിടെ ഇന്നലെ നമ്മുടെ ആദ്യമായിട്ടാണ് ഒരു മാച്ച് സ്കിപ്പ് ചെയ്ത്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് KKR നമ്മളെ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഴയാണ്, കളി നടക്കുമെന്നും കൂടെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ടീം ക്രിയേറ്റ് ചെയ്യാൻ. ദേശ്പാണ്ഡെ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം കളിച്ച മത്സരങ്ങളൊക്കെ നോക്കി അത്യാവശ്യം ഇറങ്ങിയ മത്സരങ്ങളൊക്കെ നല്ല പോയിന്റ് മേടിക്കുന്നുണ്ട്. തന്നെ അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ, ചഹാൽ, ഈ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ 2 പേരെയും പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ റിയാൻ പരാഗ്, രവീന്ദ്ര ജഡേജയും, ഗെയ്ക്വാഡ്, അതേപോലെ തന്നെ ജയ്സ്വാൾ, ശിവാൻ ദുബെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ജോസ് ബട്ട്ലർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് CSKയിൽ കുറച്ച് പവർ കുറഞ്ഞ മാതിരി ഉണ്ടാവും. കാരണം ഒരു ബാറ്റിംഗ് മെയിനായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. നമുക്ക് മൊയിൻ അലി ഇൻക്ലൂഡ് ചെയ്യാം. മൊയിൻ അലി റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു, പക്ഷേ അദ്ദേഹത്തിന് ബൗളിംഗ് കൊടുക്കുന്നില്ല. അതാണ് ഒരു ഏക പ്രശ്നം. അദ്ദേഹം ബൗൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ക്യാപ്റ്റൻ VC കൊടുക്കാൻ ഞാൻ തീർച്ചയായിട്ടും ക്യാപ്റ്റൻസി കൊടുക്കുന്നത് സഞ്ജുവിനെയും വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നത് ഗെയ്ക്വാഡിനെയാണ്. നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നുന്നുവെങ്കിൽ റിയാൻ പരാഗ് ഈസ് എ സേഫ് ക്യാപ്റ്റൻസി ഓപ്ഷൻ. ബിക്കോസ് ഈസ് എ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ. തീർച്ചയായിട്ടും വിക്കറ്റ്സ് പോകും ടോപ്പ് ഓർഡർ, പക്ഷെ ചിലപ്പോൾ പോകില്ല. ഈ മറ്റേ റീസെൻ്റ് ആയിട്ട് GTയുടെ മാച്ച് കണ്ടില്ലേ, GTയും ചെന്നൈയും, ആരെങ്കിലും വിചാരിച്ചപ്പോൾ പോകത്തില്ല എന്ന്. എന്താ ഇത്ര നല്ല ബൗളിംഗ് സ്ട്രെങ്ത്തുള്ള ടീം ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നാണ്. അത് ആ ഒരു കളിയുടെ ഇമ്പാക്റ്റാണ്. സോ അതുപോലെ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. സേഫായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ പരാഗിനെയൊക്കെ ഇട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് ശിവാൻ ദുബെ ഇട്ട് ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വെച്ച് ട്രൈ ചെയ്യാം. ടീമൊന്ന് നോക്കാം. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ശിവാൻ ദുബെ, ഗെയ്ക്വാഡ്, ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ, മൊയിൻ അലി, റിയാൻ പരാഗ്, യുവരേന്ദ്ര ചഹൽ, സന്ദീപ് ശർമ്മ, തുഷാർ ദേശ്പാണ്ഡെ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.